സുപ്രധാന വാർത്ത. കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് കൊല്ലപ്പെട്ട സഹോദരിമാരുടെ സഹോദരൻ പ്രമോദിന്റേതെന്ന് തോന്നിപ്പിക്കുന്ന മൃതദേഹം കരക്കടിഞ്ഞു. കണ്ണൂർ തലശ്ശേരിയിലെ കൊയ്യാലിപ്പുഴയുടെ തീരത്താണ് മൃതദേഹം കരക്കടിഞ്ഞത്. അഭിന പി ചിറക്കൽ അല്പസമയത്തിനകം വിവരങ്ങളുമായി ചേരും. വിവാദമായ ഒരു കൊലപാതകമാണ്. അതിനെ തുടർന്ന് സഹോദരിമാരെ കൊലപ്പെടുത്തിയതിന് ശേഷം പ്രമോദ് അവിടെ നിന്നും കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. പ്രമോദിന് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപകമായി നടക്കുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തലശ്ശേരിയിൽ കൊയ്യാലിപ്പുഴയുടെ തീരത്ത് ഇത്തരത്തിലൊരു മൃതദേഹം കരക്കടിഞ്ഞത്. പ്രമോദിൻ്റേതാണ് എന്നുള്ളൊരു തോന്നലാണ്, അല്ലെങ്കിൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അടക്കം വിശദാംശങ്ങൾ അഭിന നൽകും നമുക്ക് അല്പസമയത്തിനകം. എന്തായാലും പ്രമോദിൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന മൃതദേഹമാണ് കരക്കടിഞ്ഞത് എന്നുള്ളതും കൂടിയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം അടക്കം ഈ പ്രമോദ് നടന്നു പോകുന്ന ദൃശ്യങ്ങളടക്കം CCTV ദൃശ്യങ്ങളടക്കം ലഭിച്ചിരുന്നു. ഈ ഒരു കൊലപാതകത്തിന് ശേഷം ആ ഒരു പ്രദേശത്ത് കൂടി പ്രമോദ് നടന്നു പോകുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് ഈ ദൃശ്യങ്ങളടക്കം വ്യാപകമായി പ്രചരിപ്പിച്ച് ആ ഒരു അന്വേഷണം മികച്ച രീതിയിൽ വ്യാപിപ്പിക്കുകയായിരുന്നു. ഇത്തരത്തിലൊരു വ്യക്തിയെ എവിടെ കണ്ടു കഴിഞ്ഞാലും അറിയിക്കണം എന്നുള്ള തരത്തിലൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയുള്ള അന്വേഷണമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു മൃതദേഹം പ്രമോദിൻ്റേതാണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കണ്ണൂർ തലശ്ശേരിയിലാണ് കൊയ്യാലിപ്പുഴയുടെ തീരത്ത് പ്രമോദിൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന മൃതദേഹം ഇപ്പോൾ കരക്കടിഞ്ഞിരിക്കുന്നത്. പ്രമോദ് മരിച്ചോ ഇല്ലയോ, പ്രമോദിന്റെ മൃതദേഹമാണോ അല്ലയോ എന്നുള്ളതൊക്കെയുള്ള സംശയമാണ്. അഭിന പി ചിറക്കലുണ്ട് വിവരങ്ങളുമായി. അഭിന, സ്ഥിരീകരിച്ചോ? കാളിദാസ്, ചേവായൂർ പോലീസ് ഇപ്പോൾ കണ്ണൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭ്യമാകുന്നത്. അതേസമയം പോലീസ് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല, പക്ഷേ ഇത് പ്രമോദിൻ്റേതാണ് എന്നൊരു സംശയവും പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് കണ്ണൂർ തലശ്ശേരിയിൽ എത്തിയാൽ മാത്രമേ ഇതിലൊരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് ACP ഉമേഷ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ഈ പ്രമോദ് ഈ കൊലപാതകത്തിന് ശേഷം നടന്നു പോകുന്ന കാരാപ്പറമ്പ് വഴി നടന്നു പോകുന്ന ഒരു ദൃശ്യം നമുക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ അവസാനമായി പ്രമോദിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിച്ചിരുന്നത് ഫാറൂഖിന്റെ മേൽപ്പാലത്തിന് സമീപത്ത് നിന്നായിരുന്നു. തുടർന്ന് പിന്നീട് ഒരിക്കൽ പോലും പ്രമോദിനെ വിളിക്കാനോ അല്ലെങ്കിൽ പ്രമോദിന്റെ മൊബൈൽ ടവർ ലൊക്കേറ്റ് ചെയ്യാനോ ഒന്നും തന്നെ പോലീസിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ പോലീസ് പറയുന്ന ഒരു കാര്യം അത് തന്നെയായിരുന്നു. ഒരു പക്ഷേ പ്രമോദ് ജീവൻ ഒടുക്കാനുള്ള എല്ലാ ഒരു സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളത് പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഒരു പക്ഷേ ജീവൻ ഒടുക്കിയതാവാം, അല്ലെങ്കിൽ മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകാനും സാധ്യതയുണ്ട് എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരിമാരെ ഇത്രമേൽ സ്നേഹിച്ചിരുന്ന ഒരു സഹോദരനാണ് ഈ ഒരു കൃത്യം നടത്തിയിരിക്കുന്നത്. അത് മാനസികമായി പ്രമോദിനെ തളർത്തിയിരിക്കാം, അതുകൊണ്ടാണ് ഈ ഒരു കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത് എന്നുള്ളതും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൊലപാതകവുമായി സംബന്ധിച്ച് വലിയൊരു ദുരൂഹത തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രമോദിൻ്റേതെന്ന് സംശയിക്കുന്ന തരത്തിൽ ഒരു മൃതദേഹം ഇപ്പോൾ തലശ്ശേരിയിലെ കൊയ്യാലിപ്പുഴ തീരത്ത് അടിഞ്ഞിരിക്കുന്നത്. ഈ പുഴ അവസാനിക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ ഈ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ പ്രമോദിനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർ പറയുന്ന ഒരു കാര്യം, പ്രമോദിനെ സംബന്ധിച്ചിടത്തോളം പ്രമോദ് സഹോദരിമാരെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. സഹോദരിമാർക്ക് വേണ്ടി ജോലി ഉപേക്ഷിക്കുകയും വിവാഹം തന്നെ വേണ്ടെന്ന് വെച്ച ഒരു വ്യക്തിയാണ് പ്രമോദ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത് നമുക്കറിയാം. ശ്രീജയെ സംബന്ധിച്ചിടത്തോളം ശ്രീജയ്ക്ക് മറ്റൊരു ആളുടെ സഹായമില്ലാതെ
എണീറ്റ് നടക്കാനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങൾ തന്നെ ചെയ്യാനോ ഒന്നും തന്നെ കഴിയാത്ത ഒരു വ്യക്തിയാണ് ശ്രീജയ. അതേസമയം പുഷ്പലളിതയ്ക്കും സമാനമായ ഒരു രീതി നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഒരു പക്ഷേ പ്രമോദിനെ തളർത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രമോദിനും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഈ പ്രമോദ് ചിലപ്പോൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ മരിച്ചു പോയാൽ സഹോദരിമാർക്ക് പിന്നെ ആരുണ്ട് എന്നുള്ള ദുഃഖവും പ്രമോദിനെ അലട്ടിയിരുന്നതായി ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നാട്ടുകാർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ്. അതായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. ഏതായാലും ചേവായൂർ പോലീസ് ഇപ്പോൾ കണ്ണൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അവിടെ എത്തിയതിനു ശേഷം ഇത് പ്രമോദിന്റെ തന്നെ മൃതദേഹമാണോ എന്നുള്ളത് ഒരു സ്ഥിരീകരണത്തിന്റെ ആവശ്യമുണ്ട്. ഏതായാലും ഇപ്പോൾ ഒരു മൃതദേഹം കണ്ണൂർ പുഴയിൽ അടിഞ്ഞിട്ടുണ്ട്. ഏതായാലും പുഴയ്ക്ക് സമീപമാണ് അടിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇനി ഒരു സ്ഥിരീകരണം വരുന്നത് വരെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് കരുതാം. കാളിദാസ്. ശരി അഭിന, സ്ഥിരീകരണം ആയിട്ടില്ല എന്നുള്ളതും കൂടിയാണ്. പ്രമോദിൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന മൃതദേഹമാണ് ഇപ്പോൾ കുയ്യാലിപ്പുഴയുടെ തീരത്ത്, കണ്ണൂർ തലശ്ശേരി കുയ്യാലിപ്പുഴയുടെ തീരത്ത് അറിഞ്ഞിരിക്കുന്നത്. തടമ്പാട്ട് താഴത്ത് കൊല്ലപ്പെട്ട സഹോദരിമാരുടെ സഹോദരൻ പ്രമോദിൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന മൃതദേഹമാണ് കരക്കടിഞ്ഞത് എന്നുള്ളതും കൂടി വ്യക്തമാകുന്നു. സ്ഥിരീകരണത്തിലേക്കൊക്കെ നമുക്ക് 1 മണിക്കൂറിൽ അഭിന പി ചിറക്കലാണ്.